നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടെ കാര്യക്കാര് അവരാണല്ലോ നമ്മുടെ മെയിൻ ആൾക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജോൻ ചേട്ടാ ആൻഡ് പ്രചോദ് ചേട്ടാ. ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ സ്കിറ്റൊക്കെ കാണാനും ആസ്വദിക്കാനും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനുമായിട്ട് കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. രാമനാട്ടുകരയിലെ പാലമരച്ചോട്ടിലെ വയോജന കൂട്ടായ്മയിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നല്ല കഴിഞ്ഞ ആദ്യത്തെ സ്കിറ്റ് വിളിക്കേ ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ ഒരു ഐറ്റം ടീം വന്നിപ്പുണ്ട്. 2 സീനിയേഴ്സിന്റെ കൂടെ ഒരു ജൂനിയർ പെർഫോം ചെയ്യാമെന്ന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പുതിയ ടീമാണ് അവര്. അജയ് ചേട്ടനുണ്ട്, പിന്നെ സൂര്യശ്രീ ഉണ്ട്, കൂടെ നമ്മുടെ ചെറിയ സ്റ്റാർ അനിരുദ്ധം ഉണ്ട്. അപ്പൊ 3 പേർക്കും സ്വാഗതം. അമ്മ അമ്മക്ക് തുമ്മലുണ്ടായി വിക്സ് എടുത്ത് ഇതാക്കി ചുമ്മാ അച്ചി 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 എന്ന് പറഞ്ഞോണ്ടിരിക്കും. അച്ചി എന്നല്ല പറഞ്ഞു. നിന്റെ പേരെന്തുവാ? അച്ചു. ആ പേരാ ഞാൻ വിളിച്ചത്. എനിക്ക് ഇവിടെ നിൽക്കണ്ട, എനിക്ക് സ്കൂളിൽ പോയി പഠിച്ചാ മതി. എടാ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ കലോത്സവം, നീ ഇന്ന് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. അതിന് എടാ നിനക്ക് മോണോ ആറ്റും ഫാൻസി ഡ്രസ്സ് നിന്നെ പഠിപ്പിക്കുന്ന ആരാ? അമ്മ. ആണല്ലോ. അപ്പൊ നമുക്കത് പഠിച്ച് ജയിക്കണം. അറിയാവോ? അച്ഛൻ എന്തുവാ പറയുന്നതെന്ന് അറിയാവോ? എന്തുവാ? അച്ഛൻ പഠിപ്പിക്കുന്ന നാടക നൃത്തത്തിനും മിമിക്രിക്കും മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതിയെന്ന്. എടാ നിന്റെ അച്ഛന് എന്നും ഞാൻ തോറ്റു കാണണമെന്ന് ആഗ്രഹം. ആ വാശി നടക്കത്തില്ല മോനെ. ആ അമ്മേരെ ഈ വാശി കാരണമാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ പിരിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ കോടതി വിധി പ്രകാരം 15 ദിവസം അച്ഛന്റെ വീട്ടിലും 15 ദിവസം അമ്മേരെ വീട്ടിലും. ഞാൻ എന്ത് ചെയ്യാനാ? എന്തുവാടാ നിന്റെ ബാഗ് ഇങ്ങനെ വീർത്തിരിക്കുന്നേ? നിന്റെ ബാഗ് എന്തുവാടാ ഇത്? കൂട്ടുകൂറ്റിയോ? എന്തോത്തിനാ ഇത്? അത് പിന്നെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ. എന്തോ കാര്യത്തിന്? ഞാൻ ജനിച്ചോട്ട് ഈ സാധനം ഉള്ളോണ്ടല്ലേ ഇത് കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഈ പുട്ടുതീറ്റൊന്നും നിൽക്കുമല്ലോ. എന്റെ ദൈവമേ, ഇക്കണക്കിന് ഞാൻ പുട്ടുണ്ടാക്കുന്നെന്ന് പറഞ്ഞ് നീ ഒരു ദിവസം എന്നെ എടുത്ത് കാട്ടിക്കളയാനോടെ ചെറുക്ക. ഞാൻ അങ്ങനെ ചെയ്യുവോ അമ്മ? ഞാൻ അങ്ങനെ ചെയ്യുവോ? എന്റെ മക്കൾ അങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന് അറിയാം. എന്റെ പൊന്നുമോനല്ലേ മക്കളെ, നമുക്ക് മോണാറ്റ് പഠിക്കാം. അമ്മയ്ക്കൊന്നും ഇതാ പറയാനുള്ളൂ. അയ്യോ അമ്മേ, എന്താടാ പോയ സ്പീഡിൽ തന്നെ ഇങ്ങനെ തിരിച്ചു വന്ന്? 8ന്റെ പണി അവിടെ നിന്ന് വരുന്നുണ്ട്. അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാ. എനിക്കോ? അതാരാടാ? എന്റെ അച്ഛൻ. ആഹാ വരും. അച്ചുവേ, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറയടാ നിന്റെ അമ്മയോട്. ഞാൻ ചെയ്ത ഓപ്പി അടിക്കാം. ആര് പറഞ്ഞ നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആര് പറഞ്ഞ ഇപ്പൊ എന്റെ വീട്ടിലോട്ട് വന്നേന്ന്? റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രാവിലെ ഞാൻ ഉണർന്നപ്പോ എന്നെ വിളിച്ചു. ശാന്ത, ഇന്ന് ഞായറാഴ്ചയാണ്, വീട്ടിൽ വെറുതെ ഇരിക്കരുത്, നീ നിന്റെ മുൻ ഭാര്യ കോമളത്തിന്റെ അടുത്ത് എന്ന് നല്ലൊരു വഴക്കുണ്ടാക്കിയിട്ട് വരാൻ. അതിനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താടി നേരെ വെളുത്തപ്പോ കളിയാക്കി ഇറങ്ങിയേക്കുമായിരിക്കും അല്ലയോ? അയ്യോ, കളിയാക്കിയാലെങ്ങാനും ഏക്കോ അമ്മാതിരി തൊലിക്കട്ടി അല്ലയോ മാടത്തിന്. വീട്ടിൽ കയറുന്ന അനാവശ്യം പറയരുത് കേട്ടോ. അനാവശ്യം പറയരുത്. നിനക്ക് അനാവശ്യം കാണിക്കല്ലേ? ഞാനെന്തോ അനാവശ്യം കാണിച്ചു? എന്താ കാണിച്ചെന്നോ? എടി, ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി പ്രകാരം മാസത്തിൽ 15 ദിവസം ഇവൻ എന്റെ കൂടെയും മാസത്തിൽ 15 ദിവസം ഇവൻ നിന്റെ കൂടെയുമാണ് നിൽക്കേണ്ടത്. എടി, എന്റെ കൂടെ നിൽക്കേണ്ട ടൈമിൽ എന്തിനാടി ഇവനെ നീ പിടിച്ചു വെച്ചേക്കുന്ന അങ്ങോട്ട് വിടാതെ? ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. ചില മാസങ്ങളിൽ 31 ദിവസം ഉണ്ട്. 15 ദിവസം കൊച്ചു അച്ഛന്റെ കൂടെയും 15 ദിവസം അമ്മയുടെ കൂടെയുവാ. ഈ 31-ാം തീയതി കൊച്ചിറങ്ങി റോഡിൽ നിൽക്കും. നിന്റെ കൂടാതെ മിക്കാതെ ഇവൻ പരിപാടിയിലും റോഡിലും ഒക്കെ കിടക്കത്തേ ഉള്ളൂ. നീ കേസ് കൊടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു. എനിക്ക് ആലോചിക്കൊന്നുമില്ല. എന്നാ എനിക്ക് തീരെ ഇല്ല. പിന്നെ നിങ്ങൾ എവിടെ റെസ്റ്റ് എടുക്കും, ഞാൻ എന്തായാലും ഒക്കെ ആലോചിച്ചിട്ട് വരാം. കുഞ്ഞിനെ വരെ ആലോചിക്കാനുണ്ട്. നോക്ക് എടി, ഈ കുഞ്ഞ് 15 ദിവസം നിന്റെ കൂടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവന്റെ എന്തെങ്കിലും ഒരു ആഗ്രഹം നീ സാധിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്റെ ദൈവമേ, ഇന്നേ വരെ ഈ കുഞ്ഞ് ഒരാഗ്രഹം പോലും എന്നോട് പറഞ്ഞിട്ടില്ല. നീ എന്റെ കൂടെ വന്ന് നിൽക്കുമ്പോ അങ്ങ് കൊമ്പത്തെ ആഗ്രഹങ്ങളാണല്ലോടാ നിനക്ക്. അമ്മയോട് ചോദിക്കാൻ നിനക്ക് മുട്ടിടിക്കോ? പേടിയാന്ന് നിനക്ക്? ഞാൻ ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയും കൂടെ ഞാൻ ചോദിച്ചല്ലേ ഉള്ളൂ എന്നെ ഇതിൽ കാഴ്ച ബംഗ്ലാവിക്കൊണ്ട് കാണിക്കാൻ. നീ വന്നേ. എടാ, മാസത്തിൽ 15 ദിവസം നീ നിന്റെ അച്ഛന്റെ വീട്ടിലാണോ നിൽക്കുന്നേ? അവിടെ കാണാത്ത ഒരു ജീവികളും കാഴ്ച ബംഗ്ലാവിൽ. എന്തുവാണ് കുഞ്ഞോട് പറഞ്ഞു കൊടുത്തേ? നിനക്ക് തനുസ്വഭാവത്തിൽ അടിച്ച ചെവിക്കല്ലി ഞാൻ പൊട്ടിക്കും. അടിച്ച് ചെവിക്കല്ലി പൊട്ടിക്കാൻ ഞാൻ നിങ്ങളുടെ പഴയ ഭാര്യ ഒന്നുമില്ല. ഇവിടെ കിടക്കും എന്തെങ്കിലും സാധനം എടുത്ത് അല്ലെങ്കിൽ ആവശ്യത്തിനൊന്നും ഉപകരിക്കോടാ നീയൊക്കെ. നോക്ക്, ചെറുക്കന്റെ കോലം കൊണ്ട് നിർത്തിയേക്ക് നാഗ് ഉണങ്ങി കൊട്ടനടിച്ച് അവിടെ തിരിച്ചടാ.
കണ്ണൊക്കെ കുഴിഞ്ഞല്ലോടാ നിന്റെ. കണ്ണതിന് അവിടെ അല്ലല്ലോ. ആ ഇവിടെ ആയിരുന്നോ? എന്തുവാണ് നീ ഇവനൊന്നും വെച്ചോണ്ടായി കൊടുക്കത്തില്ല? പട്ടിണിയാന്ന് ഇവനിവിടെ. എന്റെ മക്കള് എല്ലാ മാസവും 15 ദിവസം എന്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴാ കുഞ്ഞ് നല്ല വായിക്ക് രുചിയായിട്ടും എല്ലാം കഴിക്കുന്നത് അല്ലേ മക്കളെ? പിന്നല്ലയോ, അമ്മ സാമ്പാർ ഉണ്ടാക്കി അടുക്കളയെ വെച്ചാ നമ്മൾ ഇരിക്കാനെടുത്ത് വരും. മണമോ? അല്ല, സാമ്പാർ അത്രയ്ക്ക് വെള്ളമാന്നേ. എന്റെ മോനെ, നീ ഇത് അച്ഛനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എത്രയോ തവണ അച്ഛൻ ചാല് വെട്ടി അപ്പുറത്തെ പറമ്പിലോട്ട് വിട്ടേക്കുന്നു. കായത്തിന്റെ മണം മൂക്കിലടിച്ചെന്നും പറഞ്ഞ അത്ര പേര് കേസ് കൊടുത്തിട്ടുണ്ടോ? ആണല്ലേ? കായത്തിന്റെ മണം മൂക്കിലടിച്ചു. മനുഷ്യ അന്നത്തെ കാലത്ത് ജോലിക്കും വേലയ്ക്കും ഇറങ്ങി പോണമായിരുന്നു, വീട്ടിൽ കുത്തി ഇരിക്കരുത്. എന്റെ പൊന്നുമോനെ, അച്ഛൻ എല്ലാ ദിവസവും രാത്രി 2 മണി 3 മണി വരെ ഇരുന്ന് ഇങ്ങനെ ഉറക്കം കളഞ്ഞ് ആലോചിക്കും. എന്തോന്നു? അംബാനിയെ പോലെ യൂസഫ് അലിയെ പോലെ എങ്ങനെ ബിസിനസ് ചെയ്ത് നേടാമെന്ന്. എന്നിട്ടെന്ത് ബിസിനസ് ഒന്നും ചെയ്യാത്ത? അയ്യോ, അതല്ലേ ഇപ്പൊ അച്ഛൻ പറഞ്ഞത്. രാത്രി മൊത്തവും ഇരുന്ന് ആലോചിക്കും, എന്നിട്ട് അതിന്റെ ക്ഷീണം തീർക്കാൻ പകല് മൊത്തം കിടന്നങ്ങ് ഉറങ്ങും. പിന്നെ എങ്ങനെ അംബാനി ആവാനെങ്ങനെ? പെട്ടെന്ന് വാ. എവിടെ പോന്നു? 2 ദിവസം കൂടെ കഴിഞ്ഞ കൊച്ചിന് കലോത്സവം ഇവിടെ മോണോആക്ട് പഠിപ്പിക്കാറുള്ളേ കൊച്ചിനെ. മോണോആക്ട്? അപ്പൊ എന്റെ മിമിക്രി നാടോടി നൃത്തം ഇരുന്ന് വളിക്കട്ടെ. വളിക്കോ പുളിച്ചോ പൊക്കോട്ടെ. എന്റെ കൊച്ചു കലോത്സവത്തിൽ മോണോആക്ടിന് ഫസ്റ്റ് വാങ്ങിക്കൂ പ്രാവശ്യം. മോണോആക്ട് എന്തോന്ന് വെച്ചാൽ പെട്ടെന്ന് പഠിപ്പിച്ചിട്ട് വിടാ എന്റെ കൂടെ. അങ്ങോട്ട് നോക്കടാ. മാന്യ സദസ്സിന് വന്ദനം. ഉണ്ണി 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 ഉണ്ണി. എന്റെ അമ്മൂമ്മേ, ഞാൻ അപ്പുറത്ത് പൂന്നുള്ള പോയിരിക്കുവായിരുന്നു. ഉണ്ണി, നിനക്ക് ഞാനൊരു കൂട്ടം കൊണ്ട് തന്നിട്ടുണ്ട്. എടാ ചെറുക്ക, നിനക്ക് അവിടെ പഠിക്കാൻ വേണ്ടിട്ടല്ലോ ഞാൻ ഈ മരിച്ചു കിടന്ന് ഇവിടെ അഭിനയിക്കുന്നത്. നിനക്ക് കാണണ്ടായതൊന്നും. നീ എന്താ കാണിക്കുവായിരുന്നു? മോണോആക്ട്. നീ മോണോആക്ട് ചെയ്താണോ? കൊള്ളായിരുന്നല്ലേ? കുറ്റം പറയത്തില്ല, ഉടിഞ്ഞ് ഓവറാക്റ്റാ നീ കേട്ടോ. നിനക്ക് എന്തോ കഴിവുണ്ടടി. എനിക്കാണുള്ളത് കഴിവ് മൊത്തം. അയ്യോ, അതിന്റെ കൂടെ ഒരു ചെറിയ വാക്കൂടെ ചേർക്കണം. എന്തുവാ? കേട്. കഴിവ് കേട്. കഴിവ് കേട്. കഴിവ് കേട്. അപ്പൊ എന്റെ കഴിവ് നിനക്കൂടെ കാണാം, അതൊക്കെ പറഞ്ഞാ മതി. മോനെ അച്ചുവേ, എന്തോ ഇട്ട് കൊടുക്കും മക്കളെ. ഒരു പാട്ട് അങ്ങോട്ട് ഇട്ടിടാ അച്ഛന്റെ. ഞാനോ മനോഹര പെണ്ണും കൂടി പുത്തഞ്ചറാമെ കുളിക്കാൻ പോയി. ഞാനോ മനോഹര പെണ്ണും കൂടി പുത്തഞ്ചറാമെ കുളിക്കാൻ പോയി. തന്നാരെ താരാരെ തന്നിന്നാരെ തകതികു തക തന്നാരെ താരാരെ തന്നിന്നാരെ. എന്തോ കോനാമ്പീച്ച ഒരു വീട്ടിൽ വന്ന് കിടന്ന് കാണിക്കുന്ന മനുഷ്യൻ. ഇത് നാടോടി നൃത്തം മഹത്തായ ഒരു കലയാണിത്. നാടോർത്തം പഠിക്കും പടാ. മക്കളെ മോണോആക്ട് പഠിക്കാം ഇങ്ങോട്ട് വാ. നാടോർത്തം പഠിച്ചാൽ മതി. മക്കളെ മോണോആക്ട് പഠിക്കാം ഇങ്ങോട്ട് വാ. നാടോർത്തം പഠിച്ചാൽ മതി. മോണോആക്ട് മതി കൊച്ചിന്. അയ്യോ 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 അയ്യോ. അച്ചുവേ, അച്ചുവേ, ചെറുതായിട്ടൊന്ന് തല കറങ്ങിയതാ അച്ഛാ. തല കറങ്ങി ഇത്ര നേരം ഒന്ന് കിടക്കുന്നേ. അത് പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ തലയിടണം കണ്ടപ്പം ഇത്രയും നേരമല്ല, ഒരു ദിവസം മൊത്തം കിടന്നുറങ്ങാനാണ് എനിക്ക് തോന്നിയത്. മോനെ ഇങ്ങോട്ട് നോക്കിയേ. അച്ഛൻ ഇനി ഒന്നിനും മോനെ നിർബന്ധിക്കുന്നില്ല, ഇഷ്ടമുള്ള ചെയ്താൽ മതി കേട്ടോ. പിന്നെ അമ്മ ഏതാണ്ടത്തിന് നിർബന്ധിക്കുവോ? മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പഠിച്ചാൽ മതി മക്കള് കേട്ടോ. നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട. നിങ്ങൾ പറയണ ഐറ്റം എല്ലാം ഞാൻ ചെയ്യാം. സ്കൂളിൽ നല്ല അടിപൊളി മാർക്കും മേടിക്കാം. അങ്ങനെ അച്ചു മേടിച്ചു കഴിഞ്ഞാൽ അച്ചുവിന്റെ ഏതാഗ്രഹവും അച്ഛൻ സാധിച്ചു തരും. സത്യമായിട്ട് സാധിച്ചു തരും. അങ്ങനെ മക്കൾ പഠിച്ച് നല്ലൊരു മിടുക്കനായ മക്കളുടെ ഏതാഗ്രഹവും അമ്മയെ സാധിച്ചു തരും. സത്യം. എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്തുവാ? പണ്ടത്തെ പോലെ നിങ്ങൾ രണ്ടുപേരും എന്റെ അടുത്ത് നിൽക്കണം. അച്ഛേ, എനിക്ക് പണ്ടത്തെ ദേഷ്യമൊന്നുമില്ല കേട്ടോ. ഉണ്ടാ ഞാൻ ഇങ്ങോട്ട് വരുമോ? അച്ചുവേ, അമ്മയ്ക്കും അത്ര വലിയ ദേഷ്യമൊന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അച്ഛനെ നമ്മള് വീട്ടിൽ കയറ്റുമായിരുന്നു. അപ്പൊ രണ്ടുപേർക്കും ദേഷ്യമില്ലല്ലോ. അപ്പൊ ഇനി രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് ജീവിച്ചോണ്ടോ? നല്ല കൈഡി. സാറിന്റെ ഒക്കെ സിനിമ കാണുന്ന പോലത്തെ ഒരു ഫീൽ ഗുഡ് സ്കിറ്റ് ആയിരുന്നു. പ്രചോദേട്ടാ. അജേഷേ, അനിരുദ്ധ സൂര്യശ്രീ ഈ പറഞ്ഞ പോലെ ഞാൻ ഇത് കഴിഞ്ഞപ്പം ഞാൻ ഈ സൈഡിലോട്ടാണ് നോക്കിയത്. ഒരു കാര്യം, ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സബ്ജക്റ്റ് നല്ല രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്തു. അതാണ് ഇവിടെ നിറഞ്ഞൊരു കയ്യടി ആദ്യം കിട്ടിയത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ചില പോർഷൻസ് ഇച്ചിരൂടെ ഒന്ന് ആടി കൂട്ടാമായിരുന്നു. അതായത് ഇപ്പം സൂര്യശ്രീ ആദ്യം പറഞ്ഞാൽ മോണാക്ടിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ അടുത്ത അജേഷ് വന്ന് നാടോടി നൃത്തം. അപ്പോൾ അതിൻ്റെ ഒരു മത്സരം അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ അടുത്ത് 2-3 കണ്ടന്റുകൾ ആഡ് ചെയ്ത് ഇത്തിരിയൂടെ ഹ്യൂമർ കൂട്ടാമായിരുന്നു. ഇത് പെട്ടെന്ന് തീർന്നു പോയ പോലെ ഒരു ഫീല്. അനിരുദ്ധിനാണെങ്കിലും കൗണ്ടറുകൾ നന്നായിട്ട് പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ഒരു ആളാണ് അനിരുദ്ധ്.
അനിരുദ്ധിന് ഈ പറഞ്ഞ പോലെ ഡയലോഗ് പരിപാടികളും അല്ലെങ്കിൽ ഹ്യൂമർ പരിപാടികളും ഇത്തിരി കുറഞ്ഞു പോയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ പെർഫോമൻസ് ബേസിൽ നിങ്ങൾ നന്നായിട്ട് ചെയ്തു. ഓൾ ദി ബെസ്റ്റ് 3 പേർ. ഷാജോൻ ചേട്ടാ നന്നായിരുന്നു എന്ന് പറയാൻ കാരണം നിങ്ങൾ 3 പേരും ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ 3 ആർട്ടിസ്റ്റുകളാണ്. നിങ്ങൾ ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ നിങ്ങൾ 3 പേരും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കിറ്റിൻ്റെ ഒരു ഫോർമാറ്റിലുള്ള ഒരു സ്കിറ്റ് ആയിരുന്നില്ല ഇതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം. അപ്പം നമ്മളിപ്പോൾ ഈ ഫ്ലോറിൽ കണ്ടുവരുന്ന ഗംഭീര സ്കിറ്റുകളുണ്ട്, ഫോർമാറ്റുകളുണ്ട്, നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ടൈപ്പ് സാധനങ്ങൾ. ആ സ്കിറ്റുകളുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് ഒരു പുതുമ കുറവുണ്ട് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ അനിരുദ്ധിൻ്റെ ഒരു 2-3 തമാശകളാണ്. പിന്നെ അവനൊരു മിടുക്കൻ പെർഫോമർ ആയതുകൊണ്ട് അവനത് കറക്റ്റ് ടൈമിങ്ങിൽ അടിച്ചുകൊണ്ട് നമുക്കൊരു തമാശ വന്നു. പക്ഷേ എനിക്ക് വിഷമമായപ്പോൾ ഒരൊറ്റ കാര്യത്തിലാണ്, അവൻ ആ പുട്ടുകുടം കൊണ്ട് കളയാൻ പോയില്ല. ഞാൻ പുട്ടിന്റെ മെയിൻ ആളാടാ, പുട്ടിന്റെ മെയിൻ ആൾ. ഞാൻ അനിരുദ്ധിന്റെ കൂടെ. എനിക്ക് മനസ്സിലായി നീ ഇവിടെ നിന്ന് ചിരിച്ചു മറിയായിരുന്നു. നീ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി. എന്റെ വീട്ടിലെ എന്റെ പൊന്നും അപ്പച്ചന് പുട്ട് ഇഷ്ടമാണെന്നും പറഞ്ഞു 365 ദിവസവും പുട്ട്. കാര്യം എളുപ്പമാണല്ലോ. അല്ലല്ല, പുട്ടിനെ സ്നേഹിക്കുന്ന ആൾക്കാരും ഉണ്ട്, പുട്ടിനെ ആരും സ്നേഹിക്കാത്തവരില്ല. പക്ഷെ പുട്ട് ഓവറായാൽ അത് പ്രശ്നമാണ്. പക്ഷെ ഷാജോൺ ഇത്രയധികം പുട്ടിനോട് താല്പര്യം. എനിക്ക് പുട്ട് വലിയ ഇഷ്ടമാണ്. ഇനി 3 നേരം പുട്ട് കിട്ടിയാലും ഞാൻ കഴിക്കും. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. സീരിയസ് അതാണ് ഈ ഇരുന്ന് തള്ളെല്ലാം തള്ള. അപ്പോ അതൊക്കെയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാജോൻ ചേട്ടാ. നസീർക്ക? അല്ല, അത് തന്നെയുള്ളൂ. ഞങ്ങൾ ഇപ്പം ഷാജോൺ ഞങ്ങൾ 3 പേര് ഇരുന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ വരുന്ന കണ്ടന്റ് ആണല്ലോ നമ്മുടെ മനസ്സിൽ കയറുന്ന മാറ്ററുകൾ അങ്ങോട്ട് നിങ്ങളോട് പറയേണ്ടത്. സാധനം അതാണ്. നമ്മൾ പഴയത് കണ്ടുപോയ ഒരു ശീലമുള്ള ഒരു സാധനമാണ്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എന്ത് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പെർഫോമൻസിൻ്റെ രീതിയിൽ നമ്മളത് കണ്ടങ്ങിരിക്കുകയും ചെയ്യും. അതാണ് ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇവർ 3 പേരും അത് നല്ല ഭംഗിയായിട്ടും നല്ല ചിട്ടയ്ക്കും ഇത് കറക്റ്റായിട്ട് ചെയ്തു. പക്ഷേ നമുക്കിപ്പോൾ ഇതല്ല വേണ്ടത്. ഈ സാധനത്തിൻ്റെ അപ്പുറത്തേക്കൊരു സാധനമാണ് നമുക്ക് വേണ്ടത്. അത് ഇതിൻ്റെ അകത്തില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ആസ്വദിക്കാൻ പറ്റും. മോശമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു എപ്പിസോഡായിരുന്നു. 3 പേര് നല്ല വെടിയും പുകയായിട്ട് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. സ്കിറ്റിന്റെ മാർക്സ് ഷാജോൻ ചേട്ടാ? ഞാനൊരു 10,000 രൂപ കൊടുക്കും. 10,000 രൂപ. നസീർക്ക? ഞാനൊരു 8,000 രൂപ കൊടുക്കും. 18,000 രൂപ. പ്രജോദേട്ടാ? അപ്പോൾ ബാക്കി പിടിച്ചോ. 35,000 രൂപ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം പിടിക്കാം. അടുത്ത സ്കിറ്റിൽ കാണാം. ഓക്കെ Okay, ബോയ്. ശരി. അമ്മിണിയേ, നിനക്കിത് വല്ല അറിയണോ? ബാങ്കിൽ ലോൺ അടയ്ക്കുന്ന കാര്യം അറിയണോ? ചിട്ടി പൈസ കൊടുക്കുന്ന കാര്യം അറിയണോ? എന്റെ പൊന്നമ്മിണി, 3 സിനിമയിൽ ഓഡീഷൻ കഴിഞ്ഞിട്ട് നിൽക്കുവാ ഞാന്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു സെലിബ്രിറ്റി ആവും. അപ്പൊ നിന്നെ മേടിച്ചോണ്ട് പോകുന്ന ആൾക്കാരോട് പറയണം, നിന്നെ നോക്കിയത് ഒരു സെലിബ്രിറ്റി ആണ്. പൊന്നി വെച്ചിരുന്നിട്ട് കാര്യമില്ല. കേൾക്കുന്നുണ്ടോ നീ വല്ലവും? ആരാടാ ഈ സംസാരമൊക്കെ? ഞാൻ എന്റെ അമ്മിണിയോട്, അല്ലാതെ ഞാൻ ആരോട് എന്ത് പറയാൻ? എന്തോ സെലിബ്രിറ്റി അങ്ങനെ എന്തൊക്കെ ആകണം? എന്താ? ഞാനേ 3 സിനിമയുടെ ഓഡീഷന് പോയായിരുന്നേ. ആണോ? അയ്യോ, എന്റെ പെർഫോമൻസ് കണ്ട് അവര് ഞെട്ടി. അവര് പറഞ്ഞ ഉടനെ എന്നെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ നമ്പരൊക്കെ മേടിച്ച് എഴുതി എടുത്തിട്ടുണ്ട്. സിനിമയിലൊക്കെ അഭിനയിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണം. മുഖത്ത് വന്നല്ല, ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. നീ എന്താ വിചാരിച്ചേ? എനിക്ക് എന്താ അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് വിചാരിച്ചോ? നീ എന്തേലും ഒന്ന് പറഞ്ഞു നോക്ക്, ഞാൻ അഭിനയിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞെട്ടിയ കണ്ട? ഞെട്ടിയ കണ്ട? ഏകദേശം അതാണ്, എനിക്ക് അഭിനയിക്കാനൊക്കെ അറിയാം. പിന്നെ തിന്നടി അമ്മണി. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നിന്ന് കുണുങ്ങുന്നേ. നമ്മളൊരു കാര്യം സംസാരിച്ചായിരുന്നല്ലോ. എന്റെ പൊന്ന് ജെയിംസേ, നിന്റെ മനസ്സിരിപ്പ് എന്തായാലും നടക്കാൻ പോകുന്നില്ല. നീ അതിന് മെനക്കെടണ്ട ജെയിംസേ, നീ പൊയ്ക്കോ. ചുമ്മാ തല്ലല്ലോ ലീലേ. ഈ പശുവിന് ഞാൻ 50,000 രൂപ തരാന്ന് പറഞ്ഞു. തരുവോ ഇല്ലേ? നീ ഇനിയിപ്പോ എനിക്ക് 1 കോടി രൂപ തരാന്ന് പറഞ്ഞാല് എന്റെ പശുവിനെ ഞാൻ നിനക്ക് തരത്തില്ല. 50,000 രൂപ അങ്ങ് തരും. എന്നെങ്കിലും കാലത്ത് ഞാനൊരു നടിയാവുമ്പോ നിനക്ക് ഞാൻ എന്റെ പശുവിനെ തരും. ഇങ്ങനെ പശു നമ്മൾ ഇടക്കിടക്ക് പുല്ലിട്ട് കൊടുക്കണം. പുല്ലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കാടി എടുത്ത് ഇങ്ങനെ നീ ഇവിടെ കിടന്ന് കറങ്ങണ്ട. എന്താ ഇത്? ഇവിടെ 10-36 വയസ്സായിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ ഇരിക്കുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? ഒരു നടി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ മാർക്കറ്റ് അങ്ങ് ഇടി. അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്. അത് നിനക്കറിയാമോ? എന്തുകൊണ്ടത്? നോക്കട്ടെ, ഞാൻ വായിക്കട്ടെ. എന്ത് വായിക്കരുത്. ചേച്ചി, ഞാനൊരു പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അതാരാ നിനക്കറിയാമോ? ഈയുടെ സിനിമയ്ക്കകത്ത് നടനെ നടിയൊക്കെ വിളിക്കുന്ന ആള്. അയ്യോ ചേച്ചി, അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് കാണണം. അയ്യോ എനിക്ക് അമ്മണി
മതി. അടിയായി കഴിഞ്ഞാ പിന്നെ ആരാ? ആര്? ചെന്നൈ ടു ഗോവ, ഗോവ ടു ചെന്നൈ, ട്രിവാൻഡ്രം കാസർഗോഡ്, കാസർഗോഡ് കണ്ണൂര്, അങ്ങനെ അങ്ങ് പൊളിക്കുക. എനിക്ക് വയ്യടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്ത് വലിയ സ്റ്റാറൊക്കെ ആയി കഴിയുമ്പം മിണ്ടാപ്രാണിനെ ഉപേക്ഷിക്കല്ലേ. അതാണ് എനിക്കൊരു സങ്കടം. ഞാൻ എന്റെ അമ്മണി എന്ത് ചെയ്യൂടാ? ഈ അടിയായി കഴിഞ്ഞ സമയം ഉണ്ടാവില്ല ഒട്ടും. ഈയിടെ എന്നാ പിന്നെ നീ ഒരു 50,000 രൂപ എനിക്ക് തരാന്ന് പറഞ്ഞില്ലേ, അതെങ്ങി താ. എന്നിട്ട് നീ അമ്മണിയെ നീ അങ്ങ് എടുത്തു. ഞാൻ 50,000 രൂപയ്ക്ക് പശുവിനാ, ഇതിന് 50,000 രൂപ. നിനക്ക് 5 പശു ഉള്ളതല്ല, അതിന്റെ കൂടെ ഇതിനെ നിർത്താനല്ല 50,000 തരാന്ന് നീ പറഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ തന്നില്ല, ഇപ്പൊ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അന്നേരം തരണമായിരുന്നു. ഒരു 10,000 രൂപയ്ക്കാണ് ഞാൻ എടുത്തത്. എന്റെ ദൈവമേ, ഏത് കേസുണ്ട്? മുതലെടുക്കുവാ നീ, എന്നെ മുതലെടുക്കുവാ. ഇതിന് നോക്കാൻ സമയമുണ്ടോ? കിട്ടണ വിലക്ക് കൊടുത്ത് കാശ് മേടിക്കുക. എന്നാ പിന്നെ നീ 10,000 രൂപ താ. 10,000 രൂപ ഇല്ല ഇപ്പൊ, അതാണ് പ്രശ്നം. നുള്ളി പറിക്കുക ഒരു 7,000 രൂപ വേണം. അപ്പൊ 3,000 രൂപ പിന്നെ പിന്നെ തന്നോളാം, ഉറപ്പായിട്ടും തരും. ഉറപ്പായിട്ട് തരാം. തരണം. ആ പശുവിനെ നിങ്ങക്ക് കരയാതെ കരയാതെ. ഓ, നല്ലൊരു കാര്യത്തിനല്ലേ. അമ്മ വിട്ട് പോവാണോ അമ്മണി? ഇങ്ങോട്ട് ഞാനാ തരണ്ടേ? ഞാനാ കയറ് തരണ്ടേ? ഞാൻ കുറെ നേരം കൊണ്ട് പറയുന്നു. ഞാനാ കയറ് തരണ്ടേ? ദേണ്ടേ, ഇനി മുതൽ നിന്റെ അമ്മ ദേ ഇതാ. അമ്മയല്ല അച്ഛൻ. അവക്ക് അമ്മയെന്ന് വിളിക്കാനേ അറിയത്തുള്ളൂ. ഇന്ന് പിടി. എന്തെങ്കിലും ഉമ്മേന്ന് വിളി. അപ്പം 10,000 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ച് 3,000 രൂപ ഇനി അങ്ങ് വരും. 7,000 രൂപ തന്നിട്ടുണ്ട്. 7,000 രൂപ തന്നിട്ടുണ്ട്. സിനിമാടിയൊക്കെ ആയി കഴിയുമ്പം നമ്മളെയൊന്നും മറന്നുപോകല്ലേ. ഞാൻ മറക്കത്തില്ല. തിരക്കുള്ള ആളായിരിക്കും. ഒരു ഡ്രൈവർ വേണം, മാനേജർ വേണം, അങ്ങനെ എല്ലാം നോക്കി നടത്താനൊക്കെ ആള് വേണം. ഡ്രൈവർ എന്തായാലും വേണം കേട്ടോ. വിശ്വസിച്ച ഒരാളെ അല്ലേ ഡ്രൈവറായിട്ടൊക്കെ കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ. ചൊറിയുന്നോടാ എനക്ക്? ചൊറിയണല്ല, പിന്നെ ഞാനുണ്ടല്ലോ. നിനക്ക് ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഇല്ല, ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുക്കാൻ എത്ര രൂപയാവും? ഒരു 10,000 രൂപയാവും. എന്നാ പിന്നെ 7,000 രൂപ. ലൈസൻസ് എടുക്കണം കേട്ടോ. ആ ലൈസൻസ്. അതെ ഞാനിവിടെ. അല്ല, ഞാൻ വണ്ടി വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ ഓക്കെ, ഇപ്പൊ ഒരു വരും കേട്ടോ. ഒരു വിളിക്കുവേ, ഒരു മിനിറ്റ്. ഹലോ, എവിടെയാണ് താരം ഇതെന്താ വരാത്തത്? ഇവിടെ എത്ര നേരം ലൊക്കേഷനിൽ വെയിറ്റ് ചെയ്യണ്? ഇപ്പൊ എത്തുവാ? ശരി, ഞാൻ വിളിക്കാവേ, തിരിച്ചു വിളിക്കാവേ. ഹലോ, നമസ്കാരം. നമസ്കാരം. ആരാ? ഞാൻ മറ്റേ പ്രൊഡക്ഷൻ കൺട്രോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 പ്രാവശ്യം വന്നിട്ട് ഇവിടെ ആളില്ലായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാവേ. ഒരു മിനിറ്റ്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നിൽക്കാം. പ്രൊഡക്ഷൻ ഏത് പുതിയ പടത്തിന്റെ പുതിയ ചെമ്പരത്തി പൂ. ചെമ്പരത്തി പൂ തല വെക്കുവോ അതോ ചെവി വെക്കുവോ? അല്ല, അങ്ങനെയല്ല, ചെമ്പരത്തി പൂ എന്നാണ് പടത്തിന്റെ പേര്. നല്ല ആർട്ടിസ്റ്റ് കേട്ടോ, നല്ല ആർട്ടിസ്റ്റാ. പക്ഷെ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ എടുക്കാൻ ഇവിടെ വരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പശുവിനെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പശുവിനെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ ആ ലീലേനല്ല. ഞങ്ങൾ അപ്പുറത്തെ സൈഡിലാണ് ഞങ്ങൾ ഷൂട്ട് നടക്കിയത്, അപ്പുറത്തെ പറമ്പിൽ. അപ്പൊ ക്യാമറ ഇങ്ങനെ കറക്കി ഇങ്ങനെ വന്നപ്പോ ഈ പശുവിന്റെ ബാക്ക് സൈഡ് ഒന്ന് കിട്ടി. ഡയറക്ടർ ആണെങ്കിൽ ഒടുക്കത്ത വാശിക്കാരൻ. ഈ പശു ഇല്ലെങ്കിൽ പുള്ളി ഇനി ഷൂട്ട് നടത്തിയാൽ കണ്ടിന്യൂറ്റി. അപ്പൊ അത് കാരണം ഈ പശുവിനൊന്ന് വേണം അതിന് വേണ്ടിയിട്ട്. അല്ലാതെ അയലല്ലേ എന്തൊരു ജാടയായിരുന്നു ഇവിടെ കിടന്ന്. എന്റെ വേറെ കാര്യം കേട്ടോ, പശുവിന് എന്തെങ്കിലും ഇത് കൊടുക്കണം, അല്ലെങ്കിൽ പശുവിനെ ചുമ്മാ ആരെങ്കിലും വിട്ടു വരുമോ? എങ്ങനെ? പശുവിന് എന്തെങ്കിലും പൈസ കൊടുക്കണ്ടേ? പശുവിന് ആവശ്യത്തിന് പൈസ കൊടുക്കും ഞങ്ങൾ. എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അതാണ്. അല്ലെങ്കിൽ നമുക്കത് മുതലാവും. ഒരു മിനിറ്റ്. ലീലേ, വേറെ ആരോ കാണാൻ വന്നിരിക്കുന്നു. ഓക്കെ പൈസ എത്ര വേണമെങ്കിലും കൊടുക്കാൻ. ഓക്കെ കേട്ടോ, എത്ര വേണമെങ്കിലും കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. ഹലോ സാർ, പറയൂ. വീട്ടിലെ പശുവിന്റെ ഞാൻ ലീലയാണ്. എങ്ങനെയാണ് അപ്പൊ നമ്മുടെ മെനു ഒക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെ പറയൂ? കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ വൈക്കോല്, പുല്ല്, ആടിവെള്ളം, പിണ്ണാക്ക്, ഇതൊക്കെയാണ് നമ്മുടെ മെനു. അതാണ് കൊടുക്കേണ്ടത്. ആർക്ക് കൊടുക്കണ്ടേ? പശുവിന്. പശുവിന് അതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നെ ബുക്ക് ചെയ്യാൻ വന്നതല്ലേ സിനിമയിലേക്ക്? ലീല, നിന്നെ ബുക്ക് ചെയ്യാൻ വന്നതല്ല. കിടന്ന് തുള്ളിച്ചാടണ്ട. ഇവര് ഷൂട്ട് ചെയ്തപ്പോ പശുവിന്റെ ബാക്ക് എങ്ങാണ്ട് കിട്ടി. അപ്പൊ അതിന്റെ കണ്ടിന്യൂറ്റി അടിക്കാതിരിക്കാൻ വേണ്ടി ഈ പശുവിനെ ഒരു ദിവസത്തേക്ക് വേണമെന്ന്. അതിന് നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഞങ്ങൾ തരും. എത്ര രൂപ വേണമെങ്കിലും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ പശുവിനെ തരാം. പക്ഷെ എനിക്ക് ഈ സിനിമയിൽ ഒരു അവസരം തരണം. സംഭവം കൊടുക്കാൻ കേട്ടോ. ഉറപ്പാണോ? എന്നാ പിന്നെ എന്റെ അടുത്തിരിക്കുന്ന പശു എന്താ നീ അയച്ചോണ്ട് പോയിക്കോ. അപ്പൊ ഒരു കാര്യം, ആരോട് ചോദിച്ചിട്ട്? പശുവിന്റെ അല്ലേ? അങ്ങനല്ലോ. കാര്യമില്ല. അല്ല, അത് അങ്ങനല്ല. എങ്ങനെ? അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ 10,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ 10,000 ഞാൻ അങ്ങ് തന്നു. അല്ല, ഞങ്ങൾ തരാനുണ്ട്.
അത്രയല്ലേ ഉള്ളൂ കേസ്. ആ പശു എന്റെ അല്ലേ? പശുവിന് എത്ര രൂപ എന്ന് പറഞ്ഞ് ചോദിക്കണ പൈസ ഞങ്ങൾ തരും. ഓക്കെ, ഒരു 75,000 രൂപ. 75 മതിയോ? ഞാൻ ഒന്നാണ് ഇട്ടത്. ജെയിംസേ അങ്ങനല്ല ജെയിംസേ, ഇത് എന്റെ പശുവല്ലേ ജെയിംസേ. അപ്പം 10,000 രൂപയ്ക്ക് വാങ്ങിച്ചല്ലോ. അപ്പൊ എന്റെ പശുവല്ല, കയറിങ്ങനെ കൈ നിനക്ക് 10,000 രൂപ പോരെ? ഞാൻ 10,000 രൂപ തരാം. 1000 രൂപ ആര് കൊടുക്കണം പശുവിന്? 75,000 രൂപ തരാമെങ്കിൽ ഞാൻ എന്റെ പശുവിനെ വിൽക്കും. ജെയിംസ്, ഇല്ല 75,000 രൂപ തരാമെങ്കിൽ ഞാൻ എന്റെ പശുവിനെ വിൽക്കും. അമ്മണി നീ കേട്ടോ, അമ്മണി നീ ഫാദറിനൊന്ന് പറ. അമ്മടെ 10,000 രൂപ മേടിച്ചെന്ന് പറയാം അമ്മണി. പറഞ്ഞേട്ടോ സാറിനോട്. 75,000 രൂപ തരാമെങ്കിൽ ഞാൻ പശുവിനെ കൊടുക്കും. എടാ, അത് എന്റെ പശുവല്ലേടാ, അത് എന്റെ പശുവല്ലേ? എന്റെ പശുവാണ്, എന്റെ പശുവാണ്. ഇപ്പൊ 70,000 രൂപ ഒന്നിച്ചെടുക്കാൻ എന്റെ ഇല്ല. അതിന്റെ ആ വളയും മാലയൊക്കെ അങ്ങ് ഊരുത്താ. ഇത് കൊണ്ട് വിറ്റിട്ട് നീ എന്താന്ന് വെച്ചാ എടുക്കുക കേട്ടോ. എത്ര വർഷമായി സ്വർണം മേടിച്ചിട്ട്? സ്വർണം മേടിച്ചിട്ട് 10-20 വർഷമായി. അപ്പൊ അന്ന് 7,000 രൂപ അവനുള്ളൂ. എല്ലാം കൂടെ കൂട്ടി ഇത് 5 പവനുണ്ട്. 5 പവൻ ആയിക്കോട്ടെ. 35,000 രൂപ. യ്യോ. അന്നത്തെ വില തരുള്ളൂ. പഴയ സ്വർണ്ണത്തിന് പുതിയ വില കിട്ടുമോ? എടി ഇന്നത്തെ വില കിട്ടുമോ അതിന്? വില കിട്ടത്തില്ല. 70,000 രൂപ. ബാക്കി പൈസ എപ്പ തരും? ബാക്കി പൈസ എന്തോ നീ പറയുന്ന? 6 മാസം കഴിയുമ്പോ ഞാൻ തരാം. എനിക്ക് എന്റെ അമ്മണിയെ വേണം. 6 മാസം കഴിയുമ്പോ തരും. ഞാൻ പശുവിനെ കുറച്ച് കഴിയുമ്പോ അഴിച്ചോണ്ട് പോകും. അയ്യോ, വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അമ്മേ കയ്യെ കിടന്ന വളയും പോയി, മാലയും പോയി. സാറേ ഞാൻ റെഡി, ഞാനും റെഡി, എന്റെ അമ്മണിയും റെഡി. എങ്ങോട്ടാ പോണ്ടേ? ക്ഷമിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ലൊക്കേഷൻ മാറി. ലൊക്കേഷൻ മാറി. അതുകൊണ്ട് പശുവിനെ വേണ്ട, ഞങ്ങൾ ചീറ്റ് ചെയ്തെടുത്തോളാം. എന്തുവാ ചീറ്റ് ചെയ്തെടുത്തോളാം. ഇതിപ്പോ എന്നെ ഒരുമാതിരി ചീറ്റ് ചെയ്ത പോലെ ആയിപ്പോയല്ലോ. നമുക്ക് കാര്യം ഇവിടുന്ന് മാറേണ്ടത്. ഡേറ്റ് തീർന്നു ഞങ്ങളുടെ പടത്തിന്റെ ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് മാറിയാണ്. അപ്പൊ സോറി, പശുവിനെ വേണ്ട. എനിക്കൊരു റോള് റെഡിയാക്കി തരാം. പശുവിനെ കൊണ്ടു വേണ്ട ചേച്ചി, പശുവിനെ വേണ്ട, റോള് റെഡിയാക്കി തരാം. അയ്യോ, ഇതിപ്പോ എനിക്ക് എന്തിന്റെ കേടായിരുന്നു? കയ്യെ കിടന്ന വളയും പോയി, മാലയും പോയി, അവസാനം എനിക്ക് എന്തിന്റെ കേടായിരുന്നു? സിനിമ നടിയൊക്കെ ആകുമ്പോ ഡ്രൈവറുടെ വേക്കൻസി വല്ലതും ഉണ്ട്, വിളിക്കണേ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ നമ്മുടെ പുതിയ ടീമുകളിലൊന്നാണ്. അവര് രണ്ടാമത്തെ റൗണ്ട് അല്ലെങ്കിൽ പെർഫോമൻസിനായിട്ട് വരികയാണ്. 2 പുതിയ ടീമിൽ നിന്നും മിക്സ് ചെയ്തിട്ടാണ് അവർ വരുന്നത്. ഓ, വെരി ഗുഡ്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം രാജിമോൻ, രാജേഷ് ആൻഡ് സോണി ചേട്ടൻ. ഹലോ. ആ എന്നാ മോനെ വിളിച്ചേ? അണ്ണനെ പണിക്ക് കാണാത്തോണ്ട് വിളിച്ചതാ. അയ്യോടാ, എനിക്കൊന്നും വരാൻ പറ്റത്തില്ല കേട്ടോ. മോളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. പെണ്ണ് കാണാൻ സ്കൂട്ടറാണോ വരുന്നത്? അയ്യോ, സ്കൂട്ടറല്ല, ഒരു കൂട്ടർ വരുന്നുണ്ട്. അത് കാരണം ഞാൻ അലുവയും ലഡുവും ജിലേബിയൊക്കെ മേടിച്ചു വെച്ചു. എനിക്കാണ് ഒടുക്കത്തെ ഷുഗറും. ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നത്? എന്നോട് പറഞ്ഞല്ല, ഞാൻ എന്നോട് തന്നെ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ. അയ്യോ ദൈവമേ, അടുപ്പത്തിരുന്ന പാൽ ഇപ്പൊ അടുപ്പിലായി കാണും. ഇതെന്താണ്? ഏത്തപ്പഴവാ? എന്റെ ഫ്രണ്ട് എവിടാണ്? ആഹാ, ഇതിനകത്ത് നീയായിരുന്നു അമ്പുജാഷ. നോ, അമ്പ്. ആ, എന്നാ അതങ്ങോട്ട് മാറ്റി വെച്ചതിന് മേത്ത് കൊണ്ടാ മുറിയും. എന്ത് അമ്പ്? അയ്യോ മാമ, ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? എടാ, നീ വല്ലോനെ വായിന്നൊക്കെ കേട്ടോണ്ട് വന്നിട്ട് അത് ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? നീ വന്ന കാര്യം പറ. അത് മാമന്റെ മുഖത്ത് നോക്കി പറയാം. എനിക്ക് കുണ്ടിതാ. മുഖത്ത് നോക്കി വൃത്തിയോട് പറഞ്ഞ് അടിച്ചു പിടിപ്പിക്കും ഞാൻ കേട്ടാ. എന്റെ മാമൻ ചെറുപ്പത്തിൽ എനിക്കൊരു വാക്ക് തന്നില്ലായിരുന്നോ? ഞാൻ ചെറുപ്പത്തിൽ തന്ന വാക്ക് നീ ഇപ്പോഴും ഓർത്തിരിപ്പുണ്ടോ? അത് മാമന്റെ ചെറുപ്പത്തിലല്ലെന്ന്. പിന്നെ എന്റെ ചെറുപ്പത്തിൽ എനിക്കൊരു വാക്ക് തന്നത് മാമൻ ഓർക്കുന്നുണ്ടോ? എന്നെയും മീനുക്കുട്ടിയും കൂടെ വലുതാവുമ്പോ കല്യാണം കഴിച്ചു വിടാമെന്ന്. നീയും കുറെ വാക്ക് എനിക്ക് തന്നായിരുന്നു. നീ എന്തൊക്കെയോ ആകുമെന്ന്. ഞാൻ ഡോക്ടറാവെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇപ്പൊ ഞാൻ ഡോക്ടറിന്റെ വീട്ടിലെ മേസ്ത്രി. ആ, അപ്പൊ ആദ്യം നീ നിന്റെ വാക്ക് പാലിക്കും, ഞാൻ എന്റെ വാക്ക് പാലിക്കാം. ഞാൻ അറിഞ്ഞു. എന്ത്? ഒരു ബംഗാളിക്ക് മീനുക്കുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നൊക്കെ ഞാൻ അറിഞ്ഞു. ബംഗാളി എന്നാ മലയാളി അല്ലേ? അല്ല 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 അല്ല, ബംഗാളി എന്നാ മനുഷ്യനല്ലേ? അവൻ നന്നായിട്ട് ജോലി ചെയ്യും. അവന് ഞാൻ കെട്ടിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ, അവനിന്റെ അകത്തോട്ട് പോകണമെങ്കിൽ എന്റെ നെഞ്ചത്ത് ചവിട്ടിട്ടേ പോകത്തുള്ളൂ. ആ വാതിക്ക കിടക്കുന്ന ചവിട്ടിയൊക്കെ എടുത്ത് മാറ്റിയാരെ പുതിയൊരു ചവിട്ടി വന്നിട്ടുണ്ട്. എന്താ നമ്മുടെ ഈ വായി എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഒരു 5-5.5 അടി പൊക്കം, വിരിഞ്ഞ നെഞ്ച്, ആപ്പിൾ പോലത്തെ കവള്. ദിലീപാണ് വരുന്നത്? ദിലീപല്ല, ഷാരൂഖ് ഖാൻ. അങ്ങനെയാണെങ്കിൽ ഷാരൂഖ് ഖാൻ ഇന്ന് ഇവിടുന്ന് കണ്ടിട്ടാ ഞാൻ പോകുന്നുള്ളൂ. നമുക്ക് കാണാം. ചേട്ടാ, ഇന്ന് എനിക്ക് പണിക്ക് വരാൻ പറ്റത്തില്ല ചേട്ടാ. ഒരു പെണ്ണൊക്കെ കാണണ്ടേ? ചിലപ്പോ ഇന്ന് തന്നെ കെട്ടിച്ച് തണ്ണനും വരും. എപ്പോഴും പണി 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 എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ ഈ പെണ്ണ് കണ്ടു കഴിഞ്ഞിട്ട് വേണം ഉച്ചക്ക് വരാം കേട്ടോ.
അപ്പൊ ഞാൻ പെണ്ണ് കണ്ടിട്ട് വിളിക്കാം. ഓക്കെ? ഇതാണോ വിരിഞ്ഞ നെഞ്ചി? ഇത്രയൊക്കെ വിരിഞ്ഞാ മതി. ആപ്പിള് പോലത്തെ കവിള്. ഇതുപോലത്തെ ആപ്പിളുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നീ കടയിൽ പോയി നോക്ക്. അയ്യോ മോനെ, ഇന്നലെ എന്താ വരാഞ്ഞത്? ഇന്നലെ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. അയ്യോ, അതെന്ത് പറ്റി? ഓരോരുത്തൻ എന്നെ പറ്റിച്ചു. അയ്യോ, അവൻ എന്നോട് പറഞ്ഞ 5-ാം നിലയുടെ മേളിൽ താഴോട്ട് ചാടാൻ പറഞ്ഞു. എന്നിട്ട് ഞാനെടുത്ത് ചാടി. അയ്യോടാ, അവന് 1000 രൂപ തരാന്നാ പറഞ്ഞത്. എന്താ കുഴപ്പം? ശരിക്കും 500 രൂപയുടെ ചാട്ടേ ഉള്ളായിരുന്നു. അയ്യോടാ. അപ്പൊ അവൻ എന്നെ പറ്റിച്ചില്ല. അവന്റെ പേരിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ആഹാ, എന്നിട്ട് സ്റ്റേഷനിൽ എത്ര കൊടുത്ത്? 5000 രൂപ. അല്ല, ലാഭക്കച്ചവടമായിപ്പോയി. മോനെ ബൾബു. ബാൽബു അല്ല ചേട്ടാ, ബബ്ലു ഭാ. ബബിലു വാങ്ങി വന്നേ, ഇനി വന്നേ. ദേ മോൻ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് പറഞ്ഞോ കേക്കട്ടെ. എനിക്ക് 4 കടയുണ്ട്. എനിക്കും ഉണ്ടല്ലോ. നിനക്കുള്ളത് കടം, അവനുള്ളത് കട. ഇങ്ങോട്ട് വന്നേ ബൾബു. ബാൽബു അല്ല ചേട്ടാ, ബബിലു. ബബ്ലു ഭായ്. ഓക്കെ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. നല്ല ഉടുപ്പാ കേട്ടോ. എവിടുന്ന് മേടിച്ചതാ ഇത്? ഓ, ഒരു പെണ്ണൊക്കെ കാണാൻ വേണ്ടി വന്നതല്ലേ. അപ്പൊ പിടികിട്ടാപ്പുള്ളിന്ന് മേടിച്ചതാ. എവിടുന്ന്? പിടികിട്ടാപ്പുള്ളി ഇല്ലേ, അത് സുകുമാര കുറിപ്പാ. അതല്ലെന്ന്, ഈ ജംഗ്ഷനിലുള്ള പിടികിട്ടാപ്പുള്ളി. ഇട്ടാപ്പള്ളി. അവിടുന്ന് മേടിച്ചതാ. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും മോനെ വന്ന കാലം അങ്ങോട്ട് നിക്കാതെ ഇങ്ങോട്ട് വന്നൊന്ന് ഇരുന്നേ. ഞാൻ വേറെ കാലുണ്ടോ? നടക്കുന്നു. എഴുന്നോളാം. അവൻ പോയോടാ? താണ്ടിയിരിക്കുന്നു. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. അകത്ത് സ്ഥലമുണ്ട്. ഇവിടെ ഇല്ല. അവരങ്ങനെ ഇരിക്കത്തോളൂ. ആണോ? എന്നാലും ആരെങ്കിലും വന്നാ തെറ്റിദ്ധരിക്കത്തില്ല മോനെ. എന്റെ പെണ്ണെ കാണുന്നില്ലല്ലോ ചേട്ടാ. അവന്റെ പേന കാണുന്നില്ല, ഒന്ന് നോക്കിയെടുത്ത് കൊടുക്ക്. പറയണ്ടേടാ. എവിടെയാടാ? എന്താ ഇത്? മോനല്ലേ പറഞ്ഞ പേന കാണുന്നില്ലെന്ന്. ഓ, എന്റെ പെണ്ണിനെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചതാ ചേട്ടാ. ഓ, പെണ്ണിനെ കണ്ടിട്ടു. ഞാൻ ആ കാര്യം അങ്ങ് പറഞ്ഞു. എന്നാ നമുക്ക് ഇനി ചടങ്ങിലോട്ട് കടക്കാം. പെണ്ണിനെ വിളിക്കാം. ആ മോളെ, നിന്നെ കാണാൻ ചെറുക്കൻ വന്നിട്ടുണ്ട്. ഇതാണ് പെണ്ണ്. പെണ്ണ്. ഹലോ, എന്റെ പേര് ബബ്ലു ഭായ്. എന്നെ ഇഷ്ടപ്പെട്ടോ? ഹായ്, നമുക്ക് ഉടനെ കല്യാണം കഴിക്കണം കേട്ടോ. ഐ ലവ് യു ടു. ചേട്ടാ. ചേട്ടനല്ല, അച്ഛൻ. അച്ഛാ, കുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. സമ്മതിച്ചോ? എന്റെ സമാധാനമായി. എന്തായാലും ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ഈ കല്യാണം അങ്ങ് ഉറപ്പിക്കാം. അങ്ങനെയാണ് കെട്ടിച്ചു തന്നേക്ക്. കെട്ടിച്ചേരാ. അവള് വരട്ടെ. ഇവിടെ ഇല്ല. അവളങ്ങ് ബാംഗ്ലൂരാ. എന്നാ നീ കുട്ടി കെട്ടിക്ക. ഇവനെന്നാ യോഗ്യതയുള്ളത്? അവന്റെ കഴിവ് നിനക്കറിയാം. അവൻ എന്ത് നന്നായിട്ട് പാടുമെന്നറിയാം. ഞാനും പാടും. നീ ഓടും. ബൾബു. ബൾബു അല്ല മാമ, ബബ്ലു ഭായ്. ബബ്ലു മോനെ, അവനെ കേക്കട്ടെ. നല്ലൊരു പാട്ട് അങ്ങോട്ട് വെച്ച് കീച്ചിക്ക്. ഞാൻ പാടിയാൽ ആടുമോ? ഓ, ആടാൻ ഇനി ഊഞ്ഞാലൊക്കെ കെട്ടി എപ്പോഴാ? ഊഞ്ഞാലാടുന്ന കാര്യമല്ല പറഞ്ഞത്. ഞാൻ പാടിയാൽ ഡാൻസ് ആടുമോ? ആടാം, പാട്. പാട്ടാ മോനെ? ഇത് പാട്ടല്ല, പാട്ടിന് മുമ്പ് ശ്രുതി ഇട്ടതാ. പാട്ട് പുറകെ വരുന്നുണ്ട് ചേട്ടാ. തുളസി കതിർന്നുള്ളിയെടുത്തും കണ്ണനൊരു മാലക്കായ് പൊടാതെ നൂലിൽ കേട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസി കതിർന്നുള്ളിയെടുത്തും കണ്ണനൊരു മാലക്കായ് പൊടാതെ നൂലിൽ കേട്ടി എന്നെന്നും ചാർത്താം ഞാൻ. എല്ലാ പാട്ടാന്ന് നീ ഞങ്ങളുടെ പാട്ടുപാട്ടം കൊണ്ടോന്നില്ല. ഇവിടെ ഒരാള് വന്നാ പുള്ളിയെ സ്വീകരിക്കാൻ നിനക്കറിയത്തില്ല. എന്തോരം സാധനം നമ്മൾ ഉണ്ടാക്കി വെച്ച് ഒന്ന് പോയി എടുക്കാൻ മേലായിരുന്നോടാ. എനിക്കൊന്നും പറ്റത്തില്ല. ഇവനല്ലേ പെണ്ണെ കെട്ടിച്ചു കൊടുക്കാം. വേണം മാമൻ തന്നെ പോയിക്കൊണ്ട് എടുത്തു. പിന്നല്ല, ഇപ്പൊ എന്റെ അല്ല ആവശ്യം. ഈ സമയത്ത് ഇവനെ ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ എന്റെ മീനുകുട്ടി എനിക്ക് നഷ്ടമാകും. വന്നേ. എന്താ ചേട്ടാ? നിനക്ക് അവൾ ഇഷ്ടപ്പെട്ടില്ലല്ലേ? ആര് പറഞ്ഞ? സൂപ്പർ കുട്ടി, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇഷ്ടായോ? ഇഷ്ടായി. ഇഷ്ടായിട്ട് കാര്യമില്ല, നീ കല്യാണം കഴിക്കുന്നില്ലല്ലോ. ആര് പറഞ്ഞു? ഇപ്പൊ കെട്ടിയാ കൊള്ളാന്നുണ്ട്. എടാ, നിനക്ക് ഒരു കാര്യം അറിയാവോ? ഈ പെണ്ണുണ്ടല്ലോ, സ്കൂളിൽ പഠിച്ചപ്പം ഓടിപ്പോയിട്ടുണ്ട്. അത് താമസിച്ച് പോയിട്ടായിരിക്കും. ഞാനും താമസിച്ചപ്പോ സ്കൂളിലേക്ക് ഓടിയാണ് പോയത്. എടാ മണ്ട, അതല്ല പറഞ്ഞത്. പിന്നെ ഒരു പയ്യന്റെ കൂടെ ഓടിപ്പോയിട്ടുണ്ട്. പയ്യല്ലേ? പശു. പശുവിന്റെ കൂടെ ഞാനും കളിച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ. എടാ, ഈ പെണ്ണിന് വട്ടച്ചൊറിയുണ്ട്. അത് നല്ലതല്ലേ ചേട്ടാ? എന്ത്? മുട്ടക്കറി. ബൾബു മോനെ, ബൾബു മോനെ. ബൾബു അല്ല ചേട്ടാ, ബബ്ലു ഭായ്. ബബ്ലു ഭായ്, ഇങ്ങോട്ട് വന്നേ. ഇതൊക്കെ കഴിച്ചേ, അങ്ങോട്ട് ഇരുന്ന് കഴിച്ചേ. നല്ല ഇടിയപ്പാണ്. സ്റ്റണ്ടപ്പം. അയ്യോ, രണ്ടപ്പം അല്ല, 3 ഉണ്ട്. അതല്ല, ഇടിയപ്പത്തിന്റെ ഇംഗ്ലീഷ് പേരാണ് സ്റ്റണ്ടപ്പം. അതൊക്കെ പോട്ടെ, ഈ ഇടിയപ്പത്തിന്റെ കുരുക്കഴിച്ച് തന്നാൽ തിന്നാ. അയ്യോടാ, ഇടിയപ്പത്തിന്റെ കുരു കഴിച്ചേ. മാമൻ പറഞ്ഞല്ലേ? ഞാനൊന്ന് നോക്കട്ടെ. നോക്ക് ചേട്ടാ.
ഇവിടൊക്കെ കുറച്ച് വൃത്തിയാക്കാനുണ്ട്. ഞാൻ ചെയ്താലോ? ആ വേണ്ട വേണ്ട മോനെ, കല്യാണമല്ല അപ്പൊ ഞങ്ങൾ ചെയ്തോളല്ല. വെറുതെ എന്തിനാ പണിക്കാർക്ക് കാശ് കൊടുക്കുന്നത്? ഞാൻ ചെയ്തോളാന്നേ. എന്റെ മോൻ ഇങ്ങോട്ട് വന്നല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ചെയ്യണം. എന്റെ കൂടെ വീടല്ലേ ഇത്? നിങ്ങൾ എന്താ ഇങ്ങനെ പണി പറഞ്ഞാലും കേൾക്കത്തില്ല. പറഞ്ഞാൽ കേട്ട കാര്യം മൊത്തം അഴിക്കാട്ട് കിടക്കല്ലേ. എനിക്കാണെ പണിയെടുത്തില്ലേ കൈതരി. എന്നാ തന്നെ അങ്ങോട്ട് ചെയ്തോളാം. എന്റെ ഭാമ ഇതെന്നെ ഈ കാണുന്നേ? എന്താടാ ഇവരിവിടെ പെണ്ണ് കാണാൻ വന്നാണോ ഇവിടെ പണിക്ക് വന്നാണോ? അവൻ പെണ്ണ് കാണാൻ വന്ന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട് അവന്റെ വീടാണെന്ന് തോന്നിയിട്ട് അവൻ ചെയ്യുന്നത്. നീ ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഞാനില്ലല്ലോ. പിന്നെന്നാ മാമന് ഷുഗർ ഉണ്ടോ? ആ ഞാൻ അവിടെ പാത്രത്തിൽ മൂടി വെച്ച്. നീ എടുത്തോ. എന്ത് ചോറ്? ചോറല്ല, മാമന് ഷുഗർ ഉണ്ടോന്നാ ചോദിച്ചത്. മാമനെ മൂത്രം ഒഴിച്ചോടത്തെ കണ്ട് ഉറുമ്പരിച്ചോണ്ടിരിക്കുക. ഷുഗർ ഉള്ളവർ മൂത്രത്തിൽ ഉറുമ്പരിക്കുന്ന. അങ്ങനെയാണെങ്കിൽ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഉറുമ്പിനോട് ചോദിച്ചാ പോരെ എന്ത് ഷുഗർ ഉണ്ടോന്ന്? ആണോ? ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. അയ്യോ മാമൻ അങ്ങോട്ട് പോകണ്ട, അത് മൊത്തം വൃത്തികേടായിട്ട് കിടക്കുക. ആഹാ, അത് കണ്ടിട്ടാണ് നീ ഇങ്ങോട്ട് വന്ന. അവിടെ പോയി വൃത്തിയാക്കടാ. അവിടെ പോയി വൃത്തിയാക്കടാ. അവനല്ല നീ. ഞാനും ഞാൻ പോയിട്ട് വരാം. എനിക്ക് വൃത്തിയാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞാ കേൾക്കുമോനെ, ചെയ്യണ്ടെന്ന്. ഞാൻ ഏറ്റവും പൊക്കോളൂ. എന്ത് പറയാനാ എടാ, കല്യാണം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ വീട്ടിലെ എല്ലാ പണിയും മോൻ തന്നെ ചെയ്യണം. അതിന് മുമ്പ് ചെയ്യിക്കുന്ന മോശമല്ലേ? എന്താ ആടെ ഒരു കുലിക്ക് സർപ്പത്ത് നടന്നു വരുന്നു. അയ്യോ ഇതെന്ത് പറ്റി? അയ്യോ പറഞ്ഞോലെ വൃത്തിയാക്കാൻ പോയാൽ കുളിച്ചേച്ചു വന്നോ? എന്നിട്ട് ഈ സോപ്പൊന്നും കഴുകില്ല മോനെ. അയ്യോ ഇതെന്താ ഇവിടൊക്കെ? അയ്യോ എന്ത് പറ്റിയത്? എന്റെ ചേട്ടാ, നിങ്ങളുടെ വാഷിംഗ് മെഷീനകത്ത് കുറച്ച് പുഴുത്ത തുണി കിടപ്പുണ്ടായിരുന്നു. അത് കളയാനിട്ടിരുന്ന നന്നായി. അത് കണ്ടപ്പോ എനിക്കത് കഴുകാൻ തോന്നി. കറണ്ട് ഇല്ലായിരുന്നു. ഞാൻ വാഷിംഗ് മെഷീൻ അകത്ത് കയറി തുണി അലക്കിക്കൊണ്ടിരുന്നപ്പോ കറണ്ട് വന്നു. ഈ തുണിയുടെ കൂടെ കിടങ്ങി കറങ്ങി 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 ഞാൻ പുറത്തോട്ട് വന്നതാ ചേട്ടാ. ദൈവമേ, കാശ് കൊടുക്കാതെ കുറച്ച് കറങ്ങി. കള്ളൻ ഇതുപോലത്തെ ഒരു മണ്ടനാണല്ലോ എന്റെ മീനുകുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. മാമ അവിടെ എനിക്ക് കെട്ടിച്ചാ മാമ. നിനക്ക് ഞാൻ വേറൊരു പെണ്ണിനെ കെട്ടിച്ചു തരാം. മാമ നീ ആദ്യം ഇവന്റെ കൂടെ പോയി എന്തെങ്കിലും പണി പഠിക്കും. ഞാൻ തരാം ചേട്ടാ. എന്ത് പണി? ഇതിൽ കൂടുതൽ നീ എന്ത് പണിയാണ് തരാനുള്ള മഹാഭാവി? മഹാഭാവി അല്ല ചേട്ടാ, ബബ്ലു ഭായ്. നല്ലൊരു വെറൈറ്റി പെണ്ണ് കാണലായിരുന്നു, ബംഗാളിയുടെ പെണ്ണ് കാണൽ. നല്ലൊരു കൈഡി കേട്ടോ പ്രചോദേട്ടാ. രജുമോനെ ബംഗാളിക്ക് ഒരു ഉഗ്രം കൈഡ് നന്നായിരുന്നു. ബംഗാളി അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ തുടക്കത്തിട്ടുള്ള പരിപാടികൾ രസമായിരുന്നു. 3 പേരുടെ കോമ്പിനേഷൻ പരിപാടികൾ കൊള്ളാം. എങ്കിലും ഈ പറയുന്നത് പോലെ ഇനിയും നല്ല നല്ല സ്ക്രിപ്റ്റുകൾക്ക് വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. കാരണം നിങ്ങൾ തുടക്കക്കാരാണ്. ഇനിയും ഒത്തിരി നമുക്ക് പയറ്റി തെളിയാനുണ്ട്. പക്ഷേ എനിക്ക് ബംഗാളിയുടെ ആറ്റിറ്റ്യൂഡ് പരിപാടികൾ തുടക്കം മുതലുള്ള ഈ സ്ലാങ് പിടിച്ചത് കൊള്ളാം. കാര്യം പാതി എന്താ പറയുന്നത്, ഒരു മലയാളം അറിയാത്ത ഒരാൾ അങ്ങനെ സംസാരിക്കുന്ന ഒരു പരിപാടികളും ടോട്ടലി നിങ്ങളുടെ കോമ്പിനേഷൻ പരിപാടികൾ കൊള്ളാം. പക്ഷേ ഇനിയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. ഒരുപാട് നല്ല സ്കിറ്റുകളുമായിട്ട് വരണം. 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ നന്നായിരുന്നു. ഒരു പിന്നെ പുതിയ ആളുകൾ എന്നുള്ള രീതിയിൽ നിങ്ങളിങ്ങനെ ബെറ്ററായി വരുന്ന ഒരു സ്റ്റേജാണെന്ന് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ നന്നായിരുന്നു. രാജ്മോഹൻ ഈ പറയുന്നത് പോലെ 2ാമത്തെ തവണയാണെന്ന് തോന്നുന്നത് ബംഗാളി ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ബംഗാളി മാറ്റിയിട്ട് വേറൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്യണം. എന്നാലേ നമുക്ക് രാജ്മോഹൻ്റെ ഒരു എന്താണ് കറക്റ്റ് എന്നുള്ളത് നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ രാജേഷ് വളരെ എന്താണ് ഈസി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് ആക്ടിങ് നമുക്ക് തോന്നുന്നത്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ സ്കിറ്റിനകത്ത് കുറച്ചുകൂടെ തമാശകളും കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പോൾ തമാശകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ ഗ്രൂമേഴ്സുമായിട്ട് ആലോചിക്കുക. കുറച്ചുകൂടെ തമാശകൾ വേണം, നമുക്ക് ചിരിക്കാനുള്ളത് വേണം. ഇതിപ്പോൾ നിങ്ങളിങ്ങനെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പോകുന്നു, അതിനിടയ്ക്ക് അവിടെ ഇവിടെ നമുക്കിങ്ങനെ പുഞ്ചിരിക്കാനുള്ളൊരു കാര്യങ്ങൾ കിട്ടുന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇനിയും വരണം. കൂടുതലും പൊട്ടിച്ചിരികളായിട്ട് നെക്സ്റ്റ് ടൈം വരണം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക, ഞാൻ ആദ്യം സോണിയെ പറയുള്ളൂ. നമ്മൾ കോമഡിക്ക് വേണ്ടി ഒരു ഡ്രസ്സ് ഇട്ടാൽ കോമഡി ആവില്ല, അല്ലെങ്കിൽ കുറേ ആക്ഷൻ കാണിച്ചാൽ കോമഡി ആവില്ല. അത് നാക്കിൽ നിന്ന് വരുന്ന വാക്കുകളാണ് കോമഡി എന്ന് പറയുന്നത്. ഇപ്പം നടുക്ക് നിൽക്കുന്ന നമ്മുടെ ബംഗാളി രാജ്മോഹൻ നല്ല വൃത്തിയായിട്ട് ചെയ്തു കേട്ടോ. നിൻ്റെ ഉള്ള പോർഷൻ നീ കറക്റ്റായിട്ട് ചെയ്തു. അതേപോലെ അമ്മായിയപ്പനും കറക്റ്റായിട്ട് ചെയ്തു. രാജേഷ്, എനിക്ക് നിന്നിൽ മാത്രമേ ഒരു കുറ്റമല്ല, മാറ്റി പിടിക്കാൻ വേണ്ടി പറയുന്ന കേട്ടോ, കുറ്റമായിട്ട് കാണുകയും ചെയ്യരുത് കേട്ടോ. നമ്മൾ കോമഡിക്ക് വേണ്ടി പണ്ട് കാലം തൊട്ടൊരു ഇങ്ങനെയൊക്കെ വന്നാൽ ആൾക്കാർ ചിരിക്കും എന്നുള്ള ആ കാലമൊക്കെ മാറിപ്പോയി. മാറ്റി ചിരിയെ ചിന്തിക്കണം. മാറ്റി ചിന്തിച്ചാൽ മുമ്പോട്ടുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നല്ല ഗുണം ചെയ്യും. സോണി നല്ല ആർട്ടിസ്റ്റാണ്. നമ്മൾ ചിന്തിക്കണം എങ്ങനെ മാറ്റിയെടുക്കാം തമാശകൾ ചിന്തിക്കണം. 3 പേരും നന്നായിരുന്നു. കുറച്ചുകൂടി ചിരിപ്പിക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പെർഫോമൻസിന്റെ മാർക്സ് ഷാജു ചേട്ടാ. ഞാൻ ഇവർക്കൊരു 7000 രൂപ കൊടുക്കും. 7000 രൂപ. നസീർക്ക? ഞാനൊരു 5000 രൂപ കൊടുക്കും. 7ഉം 5ഉം 12000 രൂപ ആയിട്ടുണ്ട്. പ്രചോദേട്ട ടോട്ടൽ കൊടുത്തു 20000 രൂപ.
തുടക്ക സമയമാണ്. അപ്പോൾ പുതുമയുള്ള കണ്ടന്റ് കണ്ടുപിടിക്കുന്നതോടൊപ്പം നല്ല 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 തമാശകളുമായിട്ട് വരിക. ഓരോ തമാശയ്ക്കും കൈ നിറച്ച് കാശുമായിട്ട് പോവുക. ഓക്കെ, അടുത്ത പ്രാവശ്യം ഉഗ്രനായിട്ട് വരിക. എല്ലാവരും ചിരിപ്പിക്കുക കേട്ടോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം ഏറെയിൽ അടുത്ത സ്കിറ്റിന്റെ സമയം. വിളിക്കേ. ഓക്കെ, സുധീഷ് ഉണ്ട്, സനീഷ് ഉണ്ട്, ദീപ്തി ഉണ്ട്. 3 പേർക്ക് ഒരു ഉഗ്ര കൈയ്യടിയോട് കൂടി സ്വാഗതം. ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല. ആരാ ഇത്? ഹലോ ഹലോ, പറഞ്ഞോ. സ്റ്റേഷനല്ലേ? അതെ, പോലീസ് സ്റ്റേഷനാണ്. സാറേ, മാളുവാണ്. അയ്യോ, ഞാൻ ഡ്യൂട്ടി സമയത്ത് അങ്ങനെ സ്മോള് കഴിക്കാറില്ലല്ലോ. അല്ല, സ്മോള് വേണമെന്നല്ല, ഞാൻ മാളുവാണ് സാറേ. പറഞ്ഞോ മാളു. സാറേ, ഞാനും എന്റെ ലവർ അമലും കൂടിയേ എന്നും വെളുക്കോളം ഫോണിൽ സംസാരിക്കുവേ രാത്രി. ഞങ്ങളിപ്പോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ല, ഫോണ് കട്ടായി പോയി. അവനെ വിളിച്ചിട്ട് കിട്ടണില്ല സാറേ. ഒരു കാര്യം ചെയ്യാം, നമ്പർ ഇങ്ങോട്ട് നമുക്ക് ട്രേസ് ചെയ്യാം, കേസ് ഫയൽ ചെയ്യാം. അതൊന്നും വേണ്ട. പിന്നെ സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ വെളുക്കോളം എന്റെ കൂടെ ഒന്ന് സംസാരിക്കാവോ? വെളുക്കോളം സംസാരിക്കുന്ന പെണ്ണെ വെച്ചിട്ട് വേണ്ടാണെന്ന് ഓരോ നിതാണി നൈറ്റ് ഡ്യൂട്ടിക്കുന്നാണോ മനഃപൂർവ്വം വിളിക്കുക, നമ്മൾ സ്ഥാനം തെറിപ്പിക്കാൻ വേണ്ടി. എനിക്കാണെങ്കിൽ പിഞ്ച് മനസ്സാ, ഞാൻ ചിലപ്പോൾ ചന്നാമിനാന്ന് അങ്ങോട്ട് വിളിച്ചും കളയും. അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി ഉണ്ട് എനിക്ക്. വല്യേട്ട എപ്പോ വന്നു? തറവാട്ടിയുള്ള എല്ലാവർക്കും സുഖം തന്നെ? തറവാടോ? അല്ല, അധികാരത്തിൽ വന്ന് ഇരിക്കുന്നോണ്ട് ചോദിച്ചതാ. അയ്യോ, ക്ഷീണം കൊണ്ടാക്കി ഇരുന്നാ സാർ. ക്ഷീണം കൊണ്ട്, കാരണം ഇത് അമ്യൂസ്മെന്റ് പാർക്ക് ആണല്ലോ, ഇയാൾക്ക് ക്ഷീണത്തിന് അഴിക്കാൻ. കാര്യം പറയാൻ വന്നാ സാറേ. സാറേ, ഞാനേ പച്ചിലേന്ന് വരുവാ. അപ്പൊ കുണ്ടളപ്പുഴുവാണോ? ആണല്ലെന്ന്. പിന്നെ പച്ചിലാന്ന് പറഞ്ഞ എന്റെ നാടൻപാട്ട് സംഘത്തിന്റെ പേരാണ്. നാടൻ പാട്ടുകാരനാണെന്ന് പറയത്തേ ഇല്ല. ഇല്ലില്ല. തന്നാനെ തന്നാനാനെ തന്നാനാനെ തണ്ടാ. വിളിപ്പിക്കരുത്, എന്നെ കൊണ്ടത് വിളിപ്പിക്കരുത്. എനിക്ക് മനസ്സിലായി നാടൻ പാട്ടുകാരനാണെന്ന്. അല്ല, പച്ചിലായി എന്താണ് ഇങ്ങോട്ട് വന്നത്? സാറേ, ഞങ്ങൾക്ക് ഇന്ന് 2 പരിപാടിയായിരുന്നു. 8 മണിക്കത്തെ പരിപാടി 8 നില പൊട്ടി, നല്ല വേഷം കിട്ടി. അടുത്ത പരിപാടി 12 മണിക്കായിരുന്നു. പക്ഷെ ഇപ്പം മണി 2 ആയി. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ചെല്ലണം. നിന്റെ ധൈര്യം സമ്മതിക്കണം. മരണം ആദ്യം കൺമുന്നിൽ കൂടെ പോയത് അവൻ വീണ്ടും ചെന്ന് കയറും അടുത്ത അടി മേടിച്ചു കൂട്ടാൻ വേണ്ടി. ഞങ്ങളെ സംരക്ഷിക്കണമെന്ന്. പിന്നെ നീ സിംഹവാലം കുരങ്ങനാണല്ലേ, നിന്നെ ഇവിടെ കൂടുകെട്ടി ഞാൻ സംരക്ഷിക്കാൻ വേണ്ടി. അവിടെ കമ്മിറ്റിക്കാർ വിഷയം ഉണ്ടാക്കേണ്ടിരിക്കാൻ ചിലപ്പോ എല്ലാം കൂടി ഇങ്ങോട്ടുകാർ വരും. അവരിങ്ങോട്ടങ്ങനെ വരും. എന്റെ സ്റ്റേഷനിൽ കിടന്ന് ആരെങ്കിലും അലമറിച്ച് അടിച്ചാ നൂത്തോളാം ഞാൻ പറഞ്ഞേക്കാം. എടാ പച്ചില്ലേ, വേറൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ നാടൻ പട്ടിയുള്ള ബാക്കി ആൾക്കാരൊക്കെ ഇവിടെ പോയി? 10-15 പേരുണ്ടായിരുന്നു സാറേ. പരിപാടി പൊട്ടിയപ്പോ എല്ലാം 4 വഴിക്ക് ഓടി. പക്ഷെ എന്റെ ഭാര്യ വെളി വന്നിപ്പുണ്ട്. ഇങ്ങോട്ട് കയറി വരാൻ പറ. മാണിനങ്കര തങ്കട്ടി മതുമ്മളാതുണ്ട്, മാണിനങ്കര തങ്കട്ടി മതുമ്മളാതുണ്ട്, മാണിനങ്കര തങ്കട്ടി മതുമ്മളാതുണ്ട്, മാണിനങ്കര തങ്കട്ടി മതുമ്മളാതുണ്ട്. നിന്റെ ഭാര്യയ്ക്ക് കമ്മിറ്റിക്കാരുടെ ഇന്ന് പെടലിക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. കാരണം തല ഇവിടെ അത് പിടിച്ചു വെക്കുന്നുണ്ടാ. എന്റെ സാറ് അവളത് മുടിയാടുന്നതാ. മതി മതി, മുടിയാടിയത് മതി. അല്ല, മുടിയാട്ടക്കാർക്കൊക്കെ ഒത്തിരി മുടിയുണ്ട്, ഇത് കുറച്ചേ ഉള്ളല്ലേ. പരിപാടി പൊട്ടിപ്പളേ അവിടുത്തെ പണ്ണുകളാണ് കൂടി ഇവിടെ തലമുടിക്കാരെ പിടിച്ചതാ. ഇവിടെ തിരുപ്പൻ അവരല്ലിരിക്കുക. അടിപൊളി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ പരിപാടി എങ്ങനെയാണ് പൊളിഞ്ഞത്? സാറേ, ഞങ്ങളുടെ പരിപാടിക്ക് ആദ്യം ഞാൻ ഒരു ചാറ്റും. അതിലായിരിക്കും പരിപാടി ചീറ്റിയത്. എന്റെ സാറേ, നല്ലൊന്നാന്തരം ഒരു പാട്ടുണ്ടായിരുന്നു, അത് ഇയാൾ പാടി കൊളമൊക്കെ കളഞ്ഞു. ഏത് പാട്ട്? തൊട്ടുംകരക്കാരി തൊട്ടുംകരക്കാരി പെണ്ണുങ്ങൾക്ക് ഇത്തിരി ചന്തം കൊടുത്തവനാരാണ്ടാ. അത് ഉഗ്രം പാട്ടല്ലേ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്തായിക്ക് വള്ളിയിട്ട് പാടി സാറേ. ഇന്തായിക്ക് വള്ളി എന്ന് പറയുമ്പോ തോട്ടുംകാരക്കാരി പെണ്ണ് സാറേ, നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് വരുന്ന ഒരു സമിതിയാണിത്. വീൽ ചെയറിലായോ? അങ്ങനെയല്ല, എന്റെ അച്ഛൻ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട ഒരു സമിതിയാണിത്. എന്നെ ഇയാൾക്ക് കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് പാവം എന്റെ അച്ഛനിൽ സ്ത്രീധനം കൊടുക്കാൻ ഒന്നും ഉണ്ടായില്ല. ഈ സമിതി ഇയാളുടെ പേരിൽ എഴുതി കൊടുത്ത് അതോടുകൂടി ഈ സമിതി പൊളിയേ ചെയ്ത്. അച്ഛൻ തന്നതാ തോലില്ലാത്ത ഒരു ചെണ്ടയും മുടിയാടാൻ പറഞ്ഞ മുടിഞ്ഞ ആട്ടമാടുന്ന ഇവളെ. ആ തോലില്ലാത്ത ചെണ്ടയാണോ? ഇതാണോ? അയ്യോ, ഇതാണല്ലോ, ഇത് പുതിയ ചെണ്ടയാ. ഇതാണോ? സാധാരണ എല്ലാവരും ഈ ആടിന്റെ തോലും പശുവിന്റെ തോലൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കിയ ചെണ്ടയാ. ഈ ഇടയ്ക്ക് പരിപാടി ഒന്നും ഇല്ലായിരുന്നല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഈ മാന്റെ തോലി കൂടെ കാണാൻ രോമം കിളിച്ചിറങ്ങിയല്ലേ?
സാറിന് ഞങ്ങളുടെ പരിപാടി ഒക്കെയാണെങ്കിൽ നമ്പറൊക്കെ തരാട്ടാ. നമ്പർ എന്തായാലും ഞാൻ മേടിക്കുന്നുണ്ട്, കാരണം ഇതെനിക്ക് ഫോറസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണമല്ലോ. അയ്യോ അതല്ല, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അങ്ങോട്ട് എങ്ങനെ ഇരിക്കും, നമുക്ക് ഇതിനൊരു വഴി ഉണ്ടാക്കാം. ഞങ്ങളെ വിളിച്ചിട്ട് വഴി വെട്ടാൻ പോവാന്ന്. അതല്ലടാ, നിങ്ങളെ കമ്മിറ്റിക്കാർ കാണാതെ രക്ഷിക്കണ്ടേ, അതിന് ഞാനൊരു വഴി ഉണ്ടാക്കാം. സാറേ ഞാൻ ബന്ധപ്പെട്ടിട്ട് ചോദിക്കണം നിർത്തി, ഇവിടെ സാറ് മാത്രമല്ല വേറെ പോലീസായിരുന്നില്ലേ? അതെന്താന്നറിയുമോ, ഈ 10 കിലോമീറ്റർ അപ്പുറത്ത് ഭയങ്കര വണ്ടി മോഷണം. അങ്ങനെ നമ്മുടെ ഇവിടെ നിന്ന് ഒരു ജീപ്പ് പോലീസുകാർ അങ്ങോട്ട് ചെന്ന് അന്വേഷിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവന്മാര് പോലീസ് ജീപ്പ് എടുത്തോണ്ടങ്ങ് പോയി. 10-12 പോലീസുകാർ നടന്നു വന്നോണ്ടിരിക്കുക. ഈ നടന്നു വരുന്ന കൂട്ടത്തിലേ അവർക്ക് ഏതെങ്കിലും ഒരു വണ്ടിക്ക് കൈ കാണിച്ച് വരരുതോ? എടാ, അവര് കൈ കാണിച്ച് ചെക്കിംഗ് ആണെന്ന് പറഞ്ഞ് ആരും വണ്ടി നിർത്തണില്ല, എല്ലാരും വണ്ടി എടുത്തോണ്ട് പോവുക. അവിടെ എന്താ സാറിനെ കണ്ടിട്ട് ഒരു പാട്ടൊക്കെ പാടണ പോലെ തോന്നി. സത്യം പറയല്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കുറിക്കാറുണ്ട്. കൊത്തിപ്പറക്ക സാറിന്റെ പ്രാവോ? അതല്ല, ഈ നാടൻ പാട്ടൊക്കെ ഇടയ്ക്ക് ഞാൻ പാടാറുണ്ട്. ഇവിടെ പോലീസ് കലാമേളക്കൊക്കെ ഞാൻ ഇടയ്ക്ക് പാടാറുണ്ട്. ഞങ്ങള് കേട്ടിട്ടില്ല ഇത് സാറിന്റെ പാട്ട്. ഒരു പാട്ട് പാടി. പറഞ്ഞോണ്ട് ഞാൻ പാടാം, കേക്കണേ. കേക്കാം. കേക്കണോ? കേക്കാമെന്ന് പറഞ്ഞു. അതല്ല, പാട്ടാണ് പറഞ്ഞത്. കേക്കണോ പ്രിയ സ്കൂട്ടറേ, സൈക്കിളേ, കാളവണ്ടി, അത് എന്തുവായിരുന്നു അത്? അതെ കൂട്ടരെ. ആ കൂട്ടരെ. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കെഞ്ചി പറഞ്ഞ കഥ, കെഞ്ചി പറഞ്ഞ കഥ, ആ കൊല്ലം കണ്ട് ഇല്ലം കണ്ട് കുണ്ടരെ അണ്ടി ആഫീസും കണ്ടേ, അവിടെ അണ്ടി തല്ലണ പെണ്ണിനെ കണ്ടേ, കൊല്ലം കണ്ട് ഇല്ലം കണ്ട് കുണ്ടറയിലെ അണ്ടി ആഫീസും കണ്ടേ, അവിടെ അണ്ടി തല്ലണ പെണ്ണിനെ കണ്ടേ. താങ്ക് യു വെരി മച്ച്. എങ്ങനെയുണ്ട് സാർ എന്താണ് പാടിക്കൂട്ടിയത്? നല്ലപോലെ ഞാൻ ഇങ്ങനെയൊക്കെ പാടും. നിങ്ങള് വിളി, പരിപാടിക്കൊക്കെ വിളി, കിട്ടുന്നതിന്റെ പാതി തന്നാ മതി. പെണ്ണതല്ലേ പരിപാടിക്ക് പോകുമ്പോ ഞങ്ങൾക്ക് കിട്ടുന്ന പാതി ഇത്, അത് മതിയോ സാറിന്? അടിയാണോ? ഞാൻ വരുന്നില്ല പരിപാടിക്കൊന്നും. സാറ് നാളെ ഒരു പരിപാടി ഉണ്ട്. നാളെ എവിടെയാണ് പരിപാടി? വണ്ടാനത്ത്. ആ, അപ്പൊ എളുപ്പമായല്ലോ, മെഡിക്കൽ കോളേജ് നേരിട്ടും കേറിയാ മതിയല്ലോ. ഹലോ, ആ സമിതി ഏതാ? പച്ചിലല്ലേ? ആ എടാ, നിങ്ങൾക്ക് ഇന്ന് എവിടായിരുന്നു സെക്കൻഡ് പരിപാടിക്ക് പോകേണ്ടത്? അവിടുത്തെ ദേവൻ എന്ന് പറഞ്ഞ ആളെ അറിയാമോ? പിന്നെ ആ ചേട്ടനല്ലേ ഞങ്ങൾക്ക് എപ്പോഴും പരിപാടി തന്നത്. ആ, നിങ്ങൾ സെക്കൻഡ് പരിപാടിക്ക് പോകാത്തോണ്ട് ദേവൻ അവിടെ കമ്മിറ്റിക്കാരെല്ലാം പിടിച്ചു വെച്ചേക്കണെന്ന്. ആ, അവരറിഞ്ഞ്. ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകരുതേ. നിങ്ങളെ ഇന്നല്ല, നിങ്ങൾ എന്തായാലും ഒരു 3-4 ദിവസം ഞാൻ ഇവിടെ ഇടുവല്ലോ. ദേവൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോ ഏതിന്റെ ആയിരിക്കും. എനിക്ക് എന്റെ സ്വന്തം അച്ഛനാടാ. നിങ്ങൾ അവിടെ ചെന്നില്ലെന്ന് പറഞ്ഞ് എന്റെ അച്ഛനൊന്നും ആ കമ്മിറ്റിക്കാരെല്ലാം കൂടിയിട്ട് അടിക്കുന്ന അവിടെ. ക്ഷമിക്കാം, ഞാൻ ഒരു കാര്യം പറയാം. എടാ, നല്ലോണം പാട്ട് പാടുന്ന ഒരുപാട് സമിതികൾ ഇവിടെ കേരളത്തിൽ ഉണ്ട്. അതിന്റെ ABCD പോലും അറിയാത്ത നീ ഇനി മേലെ നാടൻ പാട്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്, നിർത്തിക്കോണം. അപ്പൊ എന്റെ അച്ഛൻ എന്തെങ്കിലും പറ്റിയാ നിന്റെ പച്ചില ഇടിച്ച് ഞാൻ പഴുത്തലയാക്കും. നല്ല സ്കിറ്റായിരുന്നു, നല്ലൊരു കൈഡി. ചേട്ടാ, സനീഷ്, സുധീഷ്, ദീപ്തി, സനീഷിനെ കുറെ നാളായല്ലോ കണ്ടിട്ട് വേദിയിൽ. എന്ത് പറ്റി? പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അല്ലേ? ഇതിന് മകനോടെ കിടന്ന് വിളയാടിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ സൈന്ധവ്? ഇന്നത്തെ നിങ്ങളുടെ ഈ സ്കിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എന്താണ് കുഴപ്പങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് ഈ ചിരികൾ പോരാ, നമുക്ക് ഗംഭീര പൊട്ടിച്ചിരികളാണ് ഇവിടെ വേണ്ടത്. നമ്മുടെ ഇത് ഐറ്റം വേറെ കുറിച്ച് ഇപ്പം പ്രേക്ഷകരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിറ്റുകളെല്ലാം ഒന്നിനൊന്നിന് വ്യത്യസ്തത ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ഫോർമാറ്റുകളിലാണ് ഇപ്പോൾ സ്കിറ്റുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ടീമാണ് നിങ്ങളും. അതിൽ ഉൾപ്പെടുന്ന ആളുകൾ തന്നെയാണ്. സുധീഷ് ആണെങ്കിലും ദീപ്തി ആണെങ്കിലും ഒക്കെ അതേപോലുള്ള സ്കിറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സനീഷമാണ് ഈ ഒരു ഗ്യാപ്പിന് ശേഷം വരുന്ന ഒരാൾ. മറ്റ് സ്കിറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് അത്ര പൊട്ടിച്ചിരികളില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതുകൊണ്ട് അത് പോരാ. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഇത്രയും നമ്മളൊരു കാര്യത്തിനെ പരത്തി പറയുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് നമ്മൾ അത്യാവശ്യം തട്ടിക്കുട്ടി ഉണ്ടാക്കിയ ഒരു ഫീലിംഗേ ഉണ്ടായിരുന്നുള്ളതിന്. അതിനകത്തേക്ക് ഇത് ഒരു കഴമ്പുമില്ലാത്തൊരു സ്കിറ്റ്. എന്നാൽ വന്ന് എല്ലാവരും നല്ലോണം ചെയ്യുകയും ചെയ്തു. എന്നാൽ അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഇവിടെയൊക്കെ ശകലം എന്തൊക്കെയോ ഉള്ളതെന്നല്ലാതെ ഒരുപാടൊന്നും എടുത്തു പറയാൻ പറ്റുന്ന ഒരു സാധനങ്ങളും ഇതിൻ്റെ അകത്തില്ലായിരുന്നു. പക്ഷെ അത് പോരാ നമുക്ക് കേട്ടോ. സാരമില്ല, അടുത്ത പ്രാവശ്യം റെഡിയാക്കാം. ഓക്കെ, ശരി. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇതിനു മുമ്പും നിങ്ങൾ ചെയ്ത എല്ലാം ഹിറ്റാണ്. പിന്നെ എനിക്ക് സുധീഷ് ഈ വേഷം ഇട്ടപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടൊരു പോലീസ് ഓഫീസർ അല്ലേ? അത് ചേരുന്നുണ്ട്, നല്ലോണം ചേരുന്നുണ്ട്. നല്ലൊരു കൈ കാര്യം. ഒരു ലുക്കുണ്ട് സുധീഷ് ഈ അപ്പം ഞാൻ ആലോചിച്ചിന് ഇതിൽ നിന്നുകൊണ്ട് എന്ത് കോമഡി ചെയ്യും. കാര്യം നമുക്കറിയാമല്ലോ, ചില ആൾക്കാർ വേഷം കെട്ടി വരുമ്പോൾ ആ വേഷം മാറിക്കഴിഞ്ഞാൽ വളരെ സീരിയസ് ലുക്കാണ്.
സുധീഷിനെ ആ ലുക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സുധീഷിന് എന്ത് ഹ്യൂമർ ചെയ്താലും ഏക്കാൻ പാടാണ് ഈ വേഷത്തിൽ. എന്താ പറയുക, ഈ ഹ്യൂമർ കോമഡികൾ കുറഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ചില പാട്ടിലേക്കൊക്കെ മാറി പോകുന്നൊരു സാധനങ്ങളൊക്കെ വന്നപ്പം അതിനകത്തൊരു ഹ്യൂമർ ദാരിദ്ര്യം ഫീൽ ചെയ്തു. ബാക്കി ഇനി അടുത്തതിൽ പൊളിക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, താങ്ക് യു പ്രചോദേട്ടാ. അപ്പം ഇതിന്റെ മാർക്സ് നസീർക്ക? ഞാനൊരു 4000 രൂപ കൊടുക്കാം. 4000 രൂപ. പ്രചോദേട്ടാ? ഞാനൊരു 4000. ടോട്ടൽ 8000. ബാക്കി എന്നതാ എമൗണ്ട് 15000 രൂപ. ഇത് ഒരു എമൗണ്ടേ അല്ല. ഇനിയും ഒരുപാട് ഗ്യാപ്പ് ഇടാതെ വേഗം പറയണം. നല്ലൊരു സാധനമായിട്ട് അടുത്ത പ്രാവശ്യം. ഓക്കെ, ഉഷാറാക്കാം. നന്നായിട്ട് ചിരിച്ചു, നന്നായിട്ട് ആസ്വദിച്ചു. അപ്പൊ എങ്ങനെയാ, പോവല്ലേ? പിന്നെ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ശുഭരാത്രി. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.